ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തന്തൂരി ചിക്കനാണ്. അതിനാവശ്യമായ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനാവശ്യമായ മസാല ഒന്ന് എടുക്കാമേ. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ ജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ ടൊമാറ്റോ സോസും 1 സ്പൂൺ ചില്ലി സോസും ഒരു ഹാഫ് നാരങ്ങ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ ജ്യൂസും കൂടെ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഈ ചിക്കൻ പീസസൊക്കെ അതിലേക്കൊന്നിട്ട് ഒന്ന് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാമേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഞാൻ ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ടേ. തൈരും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇടാൻ ഞാൻ മറന്നുപോയായിരുന്നേ. അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ തൈരും 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്നുകൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ആ ചിക്കൻ കഷ്ണങ്ങളിലേക്കെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇനി ഇതൊരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് ഒരു 10-15 മിനിറ്റ്സെങ്കിലും വെച്ചിട്ടത് എടുക്കുകയാണെങ്കിൽ നന്നായിട്ടത് അതിലേക്കൊന്ന് പിടിക്കുമേ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്. ഓവൻ ഇല്ലാതെ നമ്മളൊരു തന്തൂരി ചിക്കനാണല്ലോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു പീസ് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായ ശേഷം നമുക്ക് ഈ ചിക്കൻ പീസസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാമേ. ബട്ടർ ആയതുകൊണ്ട് തീ അധികം കൂട്ടി വെക്കരുത്, അത് കരിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഈ ചിക്കൻ പീസസ് എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് തീ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാമേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പാൻ അടച്ച് വെച്ച് തീ സിമ്മിലാക്കി ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് അതിൻ്റെ 2 വശവും നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാം നമുക്ക്. അങ്ങനെ ഞാനിനി സാലഡാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്. പൊട്ടറ്റോയും ക്യാരറ്റും ബ്രോക്കോളിയും ആണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാമേ. ഒത്തിരി വേവിച്ചല്ല, ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യുന്നുണ്ട്. ആദ്യം പൊട്ടറ്റോയാണ് ഇട്ട് കൊടുത്തത്. പൊട്ടറ്റോയ്ക്കൊരു വേവുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി ഞാൻ ഈ വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ടിട്ട് അതൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്കൊരു 3 വെളുത്തുള്ളി ചതച്ചതാണിത്. ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ ബോയിൽ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാമേ. എന്നിട്ടത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും അതിലേക്കൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുക്കുംബറും ടൊമാറ്റോയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തന്തൂരി ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞങ്ങൾ സെർവ് ചെയ്യുന്നത് കുബൂസാണേ. അങ്ങനെ നമ്മുടെ സാലഡും ചിക്കനും കുബൂസും എല്ലാം റെഡിയാണേ. ഇനി അതെല്ലാം ഒന്ന് പ്ലേറ്റിലേക്ക് വിളമ്പുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിന്നറാണേ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നറാണേ. ഇനി ഞങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇന്ന് ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മുടെ ചിക്കനും കുബൂസും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് വെറൈറ്റി ആയിട്ട് കഴിക്കാൻ കൊള്ളാവുന്ന ഒരു തന്തൂരി ചിക്കനാണ്. അങ്ങനെ ഞാൻ മോനെ വിളിച്ചു, അവനും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. മക്കൾക്കും ഇഷ്ടപ്പെട്ടു, 2 പേരും കഴിച്ചു. അങ്ങനെ സൂപ്പർ ഒരു ഡിന്നറായിരുന്നേ.